നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. ഇടതിന്റെ കുത്തകം മണ്ഡലവും അക്രമ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലവുമായി പിണറായിയുടെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലീസ് പരീക്ഷ എഴുതി തോറ്റ രണ്ട് സഖാക്കളെ പോലീസാക്കാൻ രഹസ്യമായി പരീക്ഷ എഴുതിക്കാൻ നീക്കം. അതും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതിന് തൊട്ടു പിന്നാലെ ഇരുചവി അറിയാതെയാണ് രഹസ്യമായി പരീക്ഷ നടത്തുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. നോക്കണം, നമ്മുടെ ഈ കേരളത്തിൽ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലിയിൽ കയറിപ്പറ്റാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പൊരിവെയിലത്ത് മുട്ടിലിഴഞ്ഞ വാർത്തകളൊക്കെ നാം മറക്കില്ല. അങ്ങനെ ഇരിക്കെയാണ് പോലീസ് പരീക്ഷയിൽ തോറ്റ് തുന്നമ്പാടിയ കണ്ണൂർ സ്വദേശികളായ ശരീര സൗന്ദര്യ താരങ്ങളെ പോലീസാക്കാൻ വഴിവിട്ട നീക്കം നടക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കായികക്ഷമത പരീക്ഷയിൽ തോറ്റവർക്ക് രഹസ്യ പരീക്ഷ നടത്തുന്നത് മുഖ്യന്റെ അറിവോടെ എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ചിത്തരേഷ് നടേശൻ, ഷിനു ചൊവ്വ എന്നിവർക്കായിട്ടാണ് വീണ്ടും പരീക്ഷ നടത്താൻ ഉത്തരവ് വന്നിരിക്കുന്നത്. DGP ആണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. താരങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതെന്നാണ് വിവരങ്ങൾ. അതായത് കായിക മത്സരത്തിൽ തോറ്റവർക്കാണ് വീണ്ടും രഹസ്യമായി പരീക്ഷ നടത്തുന്നത്. ശരീര സൗന്ദര്യ താരങ്ങൾക്കായിട്ടാണ് വീണ്ടും വഴിവിട്ട നീക്കമുണ്ടായിരിക്കുന്നത്. കണ്ണൂർ സ്വദേശികളായ ചിത്തരേഷ് നടേശൻ, ഷിനു ചെവ എന്നിവർക്കാണ് വീണ്ടും പരീക്ഷ നടത്താൻ പോകുന്നത്. മുൻ DGPയുടെ എതിർപ്പൊക്കെ മറികടന്ന് രണ്ടുപേരെയും SI നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. കായിക കോട്ടയിലേക്ക് ശരീര സൗന്ദര്യ മത്സര താരങ്ങളെ പങ്കെടുപ്പിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഷിനു ചൊവ്വ കായിക പരീക്ഷയിൽ തോറ്റിരുന്നു. ചിത്തരേഷ് ആകട്ടെ കായിക പരീക്ഷയിൽ പങ്കെടുത്തതുമില്ല. ഇരുവർക്കും LNCP വെച്ച് വീണ്ടും കായിക പരീക്ഷ നടത്താനാണ് DGPയുടെ ഉത്തരവ്. താരങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു നിർദ്ദേശം എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കണ്ണൂർ സ്വദേശികളായ താരങ്ങൾക്ക് CPM നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ്. അതേസമയം PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെതിരെയുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുമ്പ് സംസ്ഥാന വ്യാപകമായി തന്നെ ഉദ്യോഗാർത്ഥികളുടെ വ്യാപകമായ മുട്ടിലിഴഞ്ഞ പ്രതിഷേധമൊക്കെ ഏറെ ശ്രദ്ധ നേടിയ ഒരു വാർത്തയായിരുന്നു. കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെ ഉദ്യോഗാർത്ഥികൾ യാചനാ സമരം പോലും നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാകട്ടെ യാചനാ സമരവും മുട്ടിലിഴഞ്ഞ പ്രതിഷേധവും ഒക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി. സെക്രട്ടേറിയറ്റിന് സമീപം ഉദ്യോഗാർത്ഥികൾ റോഡിലൂടെ പൊരിവെയിലത്താണ് അവർ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചത്. സമരത്തിനിടെ പലരും കുഴഞ്ഞു വീണു. വൈകാരിക നിമിഷങ്ങൾക്കാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റിൽ നിന്ന് സമരപന്തലിലേക്കായിരുന്നു ഇവർ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധം നടത്തിയത്. സർക്കാർ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്നത് നിഷേധാത്മക നിലപാടാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതികരിക്കുകയും ചെയ്തു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരമൊരു അനീതി ഇവർക്ക് നേരിടേണ്ടി വന്നത്. കോടതി ഉത്തരവുണ്ടായിരുന്നിട്ട് പോലും സർക്കാർ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു ഉദ്യോഗാർത്ഥികൾ അന്ന് പ്രതികരിച്ചത്. അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ഈ കഷ്ടപ്പാട് മുഴുവൻ നടത്തിയത്. ജോലിക്ക് വേണ്ടി മരണം വരെ പോരാടാൻ ഇവർ തയ്യാറായിരുന്നു. സർക്കാർ ആകട്ടെ കണ്ണ് തുറക്കുന്നില്ല എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പ്രതികരിച്ചത്. ഇതിനിടയിലാണ് ഇപ്പോൾ തോറ്റവർക്ക് വേണ്ടി രഹസ്യമായി പരീക്ഷ നടത്താനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രൂ TV.